ശബരിമല സ്വർണ്ണക്കവർച്ചയടക്കം പ്രമാദമായ കേസുകളിൽ തുടരന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങി ഇ.ഡി. ദക്ഷിണ ഭാരതത്തിലെ ഇ.ഡി. സോണൽ തലവന്മാരുടെ യോഗം ഈ ആഴ്ച ചേരും. നിക്ഷേപ തട്ടിപ്പുകളിലടക്കം ലഭിച്ച പരാതികളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടായി കൈമാറാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ വേഗത കുറയാതിരിക്കാൻ പൂർണ്ണ ചുമതലയുള്ള കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറെ ഉടൻ നിയമിക്കും. ചെന്നൈ സോണലിന്റെ മേധാവി അദ്വിതേ എ ആനന്ദിനാണ് കൊച്ചി സോണലിന്റെ അധിക ചുമതല നൽകിയിരുന്നത്. ചെന്നൈ സോണലിൽ തന്നെ കേസുകളുടെ ബാഹുല്യമുള്ളതിനാൽ കൊച്ചി സോണലിലെ കേസുകളുടെ കൂടി മേൽനോട്ട ചുമതല ഒരേ ഉദ്യോഗസ്ഥന് നൽകിയത് അന്വേഷണങ്ങളെ ബാധിക്കാതിരിക്കാനാണ് പുതിയ കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറെ ഉടൻ നിയമിക്കുന്നത്. രാകേഷ് കുമാർ സുമനായിരുന്നു ശബരിമല സ്വർണ്ണക്കവർച്ചയടക്കമുള്ള കേസുകളുടെ അന്വേഷണ മേൽനോട്ടം. കൊച്ചി, ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു സോണൽ തലവന്മാരുടെ യോഗമാണ് ഈ ആഴ്ച ചേരുന്നത്. ഓൺലൈനായിട്ടായിരിക്കും യോഗം. നിക്ഷേപ തട്ടിപ്പുകളിലടക്കം നിരവധി പരാതികൾ കൊച്ചി സോണലിൽ ലഭിച്ചിരുന്നു. മാർച്ച് മാസത്തിൽ പരമാവധി കേസുകളിൽ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ നൽകുന്ന തിരക്കുകളിലായതിനാൽ ലഭിച്ച പരാതികളുടെ സ്വഭാവം, തട്ടിപ്പ് രീതികൾ, ഇ.ഡി. അന്വേഷണ സാധ്യതകൾ എന്നിവ പരിശോധിക്കാനായിരുന്നില്ല. തുടർന്നാണ് സോണൽ യോഗങ്ങൾക്ക് മുമ്പ് പരാതികൾ സംബന്ധിച്ച റിപ്പോർട്ട് തേടിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലുകൾ നീളുകയായിരുന്നു. യോഗത്തിന് ശേഷം തുടർ ചോദ്യം ചെയ്യലുകളിലേക്കും അന്വേഷണ സംഘം കടക്കും. ജനം, കൊച്ചി.